Hey guys, welcome back to Stories of Aditya. സൗണ്ട് പോലും ഇല്ല കേട്ടോ. ഇപ്പം സമയം 4 മണിയായുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാവും. അവിടെ താഴെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ആദ്യം വാഷ് ചെയ്തതിന് ശേഷം പോസം ബ്രാൻഡിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എനിക്ക് വെള്ളം ഒന്നാമത് അലർജിയാണ്. പിന്നെ പെട്ടെന്ന് ഈ ഒരു കോൾഡായിട്ട് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു, ഒരു കൂളിംഗ് ഉണ്ടായിരുന്നു. അത് ഫേസിൽ തട്ടിയോണ്ടാണോ എന്താ അറിയില്ല, ഇനി ഇത്ര നേരത്തെ എണീറ്റുകൊണ്ടാണോ എന്നറിയില്ല. നല്ല അത് ഫേസിലോട്ട് അടിച്ചപ്പോൾ തൊട്ട് നല്ല തുമ്മൽ തുടങ്ങി. അതുപോലെ അതിൻ്റെ സ്മെല്ലും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ ഇന്നാണ് അത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഫേസ് ക്രീമായിട്ട് സൺസ്ക്രീനാണ്. പോസം ബ്രാൻഡിൻ്റെ തന്നെയാണ്. അവരുടെ അലോവേര കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് യൂസ് ചെയ്തത് നമ്മുടെ മഞ്ഞളുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഏതോ ഒന്നും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സൺസ്ക്രീനൊക്കെ കേട്ടോ. അപ്പം ഞാൻ അത് യൂസ് ചെയ്തു. എന്നിട്ട് നമുക്കാണെങ്കിൽ അധികം ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. എണീക്കാൻ കുറച്ച് മടി കാണിച്ചു, കാരണം തലേ ദിവസം ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കിടന്നപ്പം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പുരുക ഒന്ന് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഞാൻ ചെയ്തുള്ളൂ. ഈ ഒരു നേരത്ത് നമ്മൾ ഒരുങ്ങി പോയിട്ട് കാര്യം കാണാനോ, പപ്പ കാണാനല്ലേ. അയ്യോ, ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോയിൽ, നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത് പപ്പയെ കൊണ്ടുവരാനാട്ടോ. ഓക്കെ, അപ്പം ഞാനിത് റെഡിയായി. എനിക്കിനി ഷോളും കൂടെ ഇടാനുള്ളൂ. ഞാനിത് കമ്മലും ഒക്കെ ഇട്ടു. ഇത്ര ആക്സസറീസ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പപ്പയെ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പപ്പ ഗൈസ്. പപ്പ വി ആർ കമ്മിങ്. ഓക്കെ, അപ്പോൾ പപ്പയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. ഞാനിത് ഷോളൊക്കെ ഇട്ട് സുന്ദരി തരുണി മണിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഒരുങ്ങും. പപ്പയുടെ ജീവൻ്റെ ജീവനുമായിട്ടുള്ള എന്നെയല്ലേ കാണാൻ വരുന്നത്. അമ്മയുടെ അടുത്ത് വെറുതെ തള്ളിയിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മൾ എല്ലാവരും കൂടെ പോവാട്ടോ. വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ല, നമ്മൾ 5 മണിയെ ഇറങ്ങിയപ്പോൾ നമ്മൾ 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 5 മണിയല്ല, ഒരു 4:40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയ സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫ്ലൈറ്റ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ആളുകൾ വണ്ടി കൊണ്ട് വന്ന് ഇത്രയും ബ്ലോക്ക് ഉണ്ടപ്പോൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടെന്ന് കൺഫേമായി. അപ്പോൾ അപ്പോഴേക്ക് പപ്പ അവിടെ നിന്ന് എവിടുന്ന് വൈഫൈ കിട്ടിയപ്പോൾ നമുക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ ഇവിടെ ഉണ്ട്, നമ്മുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് ഈ ഒരു സൈഡിലാണെന്നാണ്. അപ്പം ഞാനാണ് ആദ്യം പപ്പയെ കണ്ടുവിട്ടത്. ഗൈസ്, നിങ്ങൾ കണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് സൂം ചെയ്യും ഞാൻ. ഓക്കെ, എൻ്റെ പപ്പ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വിഷ്വൽസൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരും. അപ്പോൾ നമ്മൾ പപ്പയെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ടല്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നിലുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നിലുവിനെ പപ്പ ഇപ്പോഴാണ് കാണുന്നത് നേരിട്ട്. അപ്പം പപ്പ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ക്യാപ്ചറും ചെയ്തിട്ടുള്ളത്. ഫുൾ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജോലിയിലോട്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം ഇത്ര നേരത്തെയും അതുപോലെ തലേ ദിവസം നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ ഒരുപാട് ലേറ്റും കൂടെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഫുഡ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഒരു വെള്ളപ്പും അതുപോലെ തന്നെ എഗ്ഗ് കറിയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. എനിക്ക് ജോലിയിലെ ഫുഡ് എപ്പോഴും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം വെളുത്തു ഗായ്സ്.
അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പപ്പയ്ക്ക് വേണ്ടിയിട്ട് വീട് നമ്മളൊരു മേക്ക് ഓവർ നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് മേക്ക് ഓവറൊന്നും നടത്താൻ പറ്റിയില്ല. എന്നാലും പപ്പ 2 വർഷത്തിന് ശേഷം വീട് കാണല്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴേക്കും ചെറിയച്ചന്മാരും താട്ടന്മാരും എല്ലാവരും വന്നു. പപ്പ ചെറിയച്ചൻ്റെയൊക്കെ വീട്ടിലോട്ടൊക്കെ പോയി. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പപ്പ വീട്ടിലോട്ട് കയറുന്നേ. നിലുവിന് പപ്പയെ വീഡിയോകളിൽ കണ്ട ആളെ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളങ്ങ് ഓക്കെ ആയി, കംഫർട്ടായി. ഇപ്പോഴത്തെ ഫുള്ള് പപ്പയുടെ ഒപ്പം തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വരാം. ബൈ.